ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രാധാന്യം ജനാധിപത്യ സമൂഹം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം വർത്തമാനകാല കേരള സംഭവവികാസങ്ങളിൽ, കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും രണ്ട് മുന്നണികളും മാറി മാറി ഭരണത്തിൽ വരുന്നതുകൊണ്ട് അധികാരം പങ്കിടുന്ന മന്ത്രിമാരുടെ പേരുകളിൽ വരുന്ന മാറ്റമല്ലാതെ വേറെ ഒരു മാറ്റവുമില്ല എന്നാണ് വർത്തമാനകാല സംഭവവികാസങ്ങളിലൂടെ കേരളത്തിലെ ജനതയ്ക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ഐസ്ക്രീം കേസായാൽ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവിഹിതമായ ഇടപെടലുകളും സഹായവും ചെയ്യുന്നു എന്നതുപോലെ തന്നെ പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ രക്ഷിക്കാൻ വേണ്ടി വയലാർ രവിയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ CBIയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ലോട്ടറി വിവാദം പോലെയുള്ള വിഷയങ്ങളിൽ തോമസ് ഐസക്കും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും ലോട്ടറി മാഫിയയുടെ പിണിയാളുകളാണ് എന്ന് പറയുമ്പോൾ ലോട്ടറി മാഫിയയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ വരുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുകയാണ്. ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനത, അതുപോലെ തന്നെ BJP ഭരിക്കുന്ന ഗുജറാത്ത് ആയാലും മധ്യപ്രദേശ് ആയാലും കർണാടക ആയാലും ഈ പ്രദേശങ്ങളിലെ വികസനത്തെ കാണുന്ന കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം വേണമെന്നും കേരളത്തിലെ വികസനത്തിന് ആക്കം കൂട്ടുവാൻ വേണ്ടി ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വർത്തമാനകാല ഈ സമാഗതമായിട്ടുള്ള കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മാറ്റം വരുത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഘടനാപരമായ ശേഷി ലഭിച്ചിട്ടുണ്ട് എന്ന വിശ്വാസം കേരളത്തിലെ ജനതയ്ക്കുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം കേരള നിയമസഭയിൽ ഇടതു വലത് മുന്നണികൾക്കെതിരായ, ഇടതു വലത് മുന്നണികളുടെ രാഷ്ട്രീയ അച്ചുതണ്ടിനെതിരായ, രാഷ്ട്രീയ ഗൂഢ നീക്കങ്ങൾക്കെതിരായ പ്രവർത്തിക്കുന്ന, പ്രതികരിക്കുന്ന, പ്രതിരോധിക്കുന്ന പ്രതിപക്ഷമായി കേരള നിയമസഭയിൽ സാന്നിധ്യം ഉറപ്പിക്കുമെന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ മാറ്റം ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലും ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ BJP മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഇടതു വലത് മുന്നണികളുടെ അവസരവാദ രാഷ്ട്രീയത്തിനെതിരായി കേരളത്തിലെ ജനതയോടൊപ്പം കടുത്തുരുത്തിയിലെ നിയോജക മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.